കേരളത്തിൻ്റെ ഭാവി അത് ടൂറിസമാണ്, അറിയാമോ? കാണിച്ചാൽ നമ്മുടെ നാട്ടിലുള്ള സാധ്യതകൾ എത്രയാണെന്നുള്ളത് ഇവിടെ താമസിക്കുന്നവർക്കധികം മനസ്സിലായിട്ടില്ല. ടൗണിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. നാട്ടിൻപുറത്ത് താമസിക്കുന്നവർക്ക് ഈ നാടിൻ്റെ ഭംഗിയും ഇവിടുത്തെ സംസ്കാരവും ഇവിടുത്തെ ഭക്ഷണമൊക്കെ അതിന് വേണ്ട രീതിയിൽ ആസ്വദിക്കാൻ പറ്റാറില്ല. കാരണം അവർക്ക് പ്രാരാബ്ദവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണ്. ഇത് വളരെ വലിയ ഒരു ബിസിനസ് സാധ്യതയാണ് നമ്മുടെ നാട്ടിൽ. നാട്ടിൻപുറത്തുള്ള കൃഷിക്കാർക്ക് അവർക്ക് ആവശ്യത്തിന് വില കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു പരാതിയാണ്. അതിനുള്ള സൊല്യൂഷനാണ് ഈ ഫാം ടൂറിസം. എന്ത് സംഭവമാണെങ്കിലും ആ ടൂറിസമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആളുകളെ പുറത്തുനിന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംവിധാനങ്ങൾ ചെയ്യുക. ഗോവയിലൊക്കെ കണ്ടിട്ടില്ലേ, എത്ര ആൾക്കാരാണ് ഓരോ ദിവസം വന്നു പോകുന്നത്. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുണ്ട് അവിടെ. വിളിച്ച് ചോദിക്കാൻ പറയുന്ന ഒറ്റ റൂം ഒഴിവില്ല, ഒരു സ്ഥലത്തും റൂമുകൾ കിട്ടാനില്ല. ബീച്ച് മാത്രമേ ഉള്ളൂ അവിടെ. എന്നിട്ട് എന്തൊരു ആൾക്കാരെ വരുന്നത്. നമ്മുടെ നാട്ടിലുള്ള സാധ്യതകൾ എത്രയുണ്ട്. നമ്മുടെ നാട്ടിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആളുകൾ എത്രമാത്രം അവിടേക്ക് വരും. അത്രയ്ക്കുണ്ട്. അത്ര നല്ല ഭക്ഷണമാണ്, നല്ല വായുവാണ്, നല്ല വെള്ളമാണ്, നല്ല സാഹചര്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളില്ലേ. എല്ലാവർക്കും വന്ന് നന്നായിട്ട് ആസ്വദിച്ച് തിരിച്ചു പോകാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, അരുവികൾ, വ്യൂ പോയിൻറ്റുകൾ, അങ്ങനെ എത്ര 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 സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ. കാന്താരി ഉൾനാടൻ ടൂറിസം അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് എല്ലാവരെയും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാക്കേജുകൾ സെറ്റ് ചെയ്തുകൊണ്ട് നന്നായിട്ട് പോകുന്നുണ്ട്. പലർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് നേരിട്ട് വന്ന് വിളിച്ചിട്ടൊക്കെ വന്ന് സംസാരിക്കുകയും ഇവിടെ ഒരു ദിവസം എക്സ്പീരിയൻസ് ചെയ്ത് പോവുകയൊക്കെ ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഇനിയും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വരണം. എങ്കിലേ നമ്മുടെ നാട്ടിൽ ടൂറിസം വളരുള്ളൂ, പുറത്തുനിന്ന് ആൾക്കാർ വരുള്ളൂ. ആൾക്കാർ കൂടുതലായിട്ട് വന്നാലേ ഇവിടെയുള്ള നാട്ടിലുള്ള ആൾക്കാർ ജീവിക്കാൻ വേണ്ടിയുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടാവുള്ളൂ.